വൈറ്റ് പ്രവർത്തനത്തിൽ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകമെന്ത്? എന്തെങ്കിലും വിധത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഇല്ല, ആരും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് വോളണ്ടിയേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ വേണ്ടി യൂത്തിലേക്ക് നിർദ്ദേശം കൊടുത്തിട്ടില്ല. ഏതെങ്കിലും വിധ അട്രാക്ഷൻ ഇല്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ ജീവൻ തന്നെ അപകടപ്പെട്ടു പോയേക്കാമെന്നല്ല, അത്രയ്ക്ക് സാധ്യതയുള്ള ഒരു സംഗതിക്ക് മടികൂടാതെ നിങ്ങൾ വന്നു തന്നെയാണ്. ആ ചോദ്യത്തിന് ഒറ്റ മറുപടിയുണ്ട്: നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ്. നിങ്ങളതിന് അഭിവാദ്യം. മനസ്സിൻ്റെ സംഗതിക്കും വേറെ സംഗതിയുണ്ട്. മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗനുകളും നിങ്ങൾക്ക് എക്സ്റേയിൽ കിട്ടും, സ്കാനിങ്ങിൽ കിട്ടും, മറ്റാധുനിക വൈദ്യശാസ്ത്രത്തിലെ പലവിധ സംഗതികൾ കൊണ്ട് കിട്ടും. എന്നാൽ മനസ്സിന് നിങ്ങൾക്ക് സ്കാനിങ്ങിൽ കിട്ടില്ല, അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളിൽ കിട്ടില്ല. അത് സർവശക്തി നൽകിയ വലിയൊരു വരദാനമാണ്. പടച്ചവൻ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് കണ്ടുപഠിക്കാൻ. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി, ഓരോ ഓർഗനും നിർവഹിക്കുന്ന കർമ്മത്തെ സംബന്ധിച്ച് നമ്മൾ അഭിമാനപുരുഷനും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. പഠിച്ചവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കണ്ണ്, ഒരു കണ്ണ് ആദർശത്തിൻ്റെതാണ്, മറ്റൊരു കണ്ണ് ആർദ്രതയുടേത്. ആർദ്രതയുടെയും ആദർശത്തിൻ്റെയും രണ്ട് കണ്ണുകൾ അള്ളാഹു നൽകി എന്നത് നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ വരദാനമാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ കാഴ്ച. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ തങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ യൂത്തിരിക്കുന്ന നേതാക്കൾ പറഞ്ഞു, മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുന്നത് ചെറിയ കാര്യമാണ്. അവിടെ നിങ്ങൾ ചെയ്തിട്ട് കഷ്ടപ്പാടിൻ്റെ ചെറിയൊരു പതിപ്പാട് നടത്താൻ നിങ്ങളെത്താത്ത ഒരിടവും എന്തിനധികം പറയണം. ഈ മനുഷ്യരെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഇടപെടുന്നതിൻ്റെ ഇടയിൽ വേറൊരു ഭാഗമുണ്ട്. മിണ്ടാൻ കഴിയാത്തത്, മിണ്ടാൻ പ്രാണികൾ, ഞങ്ങളെ രക്ഷിക്കലെന്ന് പറഞ്ഞ് വിളിക്കാൻ കഴിയാത്തവർ, ജന്തുമൃഗാദികൾ. അവറ്റ പോലും പട്ടിണി കിടക്കാൻ പാടില്ല കരുതി അവരെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാനുള്ള ധർമ്മം ചെയ്തവരാണ്. തീർച്ചയായും മാനവികതയുടെ ഉദാത്ത മൂല്യങ്ങളാണ് നിങ്ങളുടെ ഈ പ്രവർത്തനത്തിലൂടെ കാണാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട തങ്ങൾ വഴിയുണ്ട്. മുസ്ലിം ലീഗ് ഇവിടെ ഫിറോസഫിൻ്റെ സൂചിപ്പിച്ചു. ചില ആളുകൾ പറഞ്ഞു കണ്ടത് ഇതാണോ നിങ്ങളുടെ രാഷ്ട്രീയം? വളരെ ഗൗരവമായ ചോദ്യമായിരിക്കും ഉന്നയിച്ചത്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ധർമ്മത്തിലെ ഏറ്റവും പ്രധാനമായ ഘടകമെന്ന് പറയുന്നത് മനുഷ്യ സേവനമാണ്. രാഷ്ട്രീയത്തെ മുസ്ലിം ലീഗ് മറ്റാരും കാണുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഡയമെൻഷൻ കാണുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ റീഡിഫൈനിങ് ദി പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തെ പുനർനിർവചനം ചെയ്യുകയാണ്. ആ പുനർനിർവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കലാണ്. അതുകൊണ്ട് അവിടെ ഒരുപാട് ആളുകൾ പ്രസംഗിക്കാറുണ്ട്. മതസൗഹാർദ്ദം, സാമൂഹ്യ നീതി, അങ്ങനെ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതെന്താണ് കാണിച്ചു കൊടുക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പ് ഒരു ജനതയെ സജ്ജമാക്കുന്നത്, മാനവരാശിയെ സഹായിക്കാൻ അവർ പ്രാപ്തരാക്കുകയാണ്. ആ വിധത്തിലുള്ള സമീപന രീതിയാണ് നിങ്ങൾക്ക് കുട്ടികൾ ഇപ്പോൾ ഈ ഇരിക്കുന്ന വോളണ്ടിയേഴ്സ്. എനിക്ക് തോന്നുന്നു എൻ്റെ മക്കളെയോ പേരക്കുട്ടികളുടെ പ്രായമുള്ളവരാണ്. കുറെ കഴിയുന്ന സമയത്ത് നിങ്ങൾ യൂത്ത് ലീഗ് അങ്ങനെ വന്ന് ഒരു ഘട്ടം നമ്മൾ വളരെ ജീവിത സാഹചര്യത്തിലേക്ക് പോകും. പക്ഷേ ഈ സമയത്തൊക്കെ തന്നെ എല്ലാ മേഖലയിലും മനുഷ്യനന്മയുടെ പ്രതീകമായിട്ട് മുസ്ലിം ലീഗുകാരുണ്ട്. നിങ്ങൾ ഈ പ്രായത്തിൽ
ഡിസാസ്റ്റർ പോലുള്ള സംഗതികളിൽ ഓടി വന്ന് ചെയ്യാൻ നിങ്ങൾക്ക് കരുതും. എന്നാൽ മുസ്ലിം ലീഗിലെ പ്രവർത്തകന്മാരെ ഈ സ്നേഹത്തിൻ്റെ, സഹായത്തിൻ്റെ, സഹാനുഭൂതിയുടെ മാർഗത്തിൽ നിന്ന് വിട്ടുപോകാനേ സമ്മതിക്കുന്നു. ഇത് കഴിഞ്ഞ് എത്രയെത്ര സീസൺ രോഗികൾ അവിടെ വരുന്ന സമയത്ത് ഒരു നോട്ടവുമില്ല, രോഗിയാകണമെന്നേ ഉള്ളൂ. പാർട്ടി ഏതാണെന്നില്ല, മതം ഏതാണെന്നില്ല. ഒരു സെന്ററിൽ നിങ്ങൾ വന്നു നോക്കിയാൽ ആ സെന്ററിൽ എല്ലാവിധ ഏതെല്ലാം രാജ്യത്തുണ്ടോ അവിടുത്തെ മനുഷ്യർ കൂടിയുണ്ട്. അവിടെയാണ് നമ്മൾ കാണുന്നത്. തങ്ങൾക്കോട് പറഞ്ഞു, നമുക്ക് സർവശക്തൻ്റെ പ്രതിഫലമാണ് ഏറ്റവും വലുത്. ആ വിധത്തിൽ നല്ലൊരു സംവിധാനം ഒരുക്കിയ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയെല്ലാം ഇവിടെ ഇപ്പോൾ അവാർഡ് കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തങ്ങൾ അവാർഡ് ഞാൻ ക്യാപ്റ്റന് കൊടുത്തു. ഒരു കാര്യം ഞാൻ പറയാം, അവാർഡുകൾ നമുക്ക് ധാരാളം കിട്ടും, നല്ല കാര്യം തന്നെ. പക്ഷേ അവാർഡുകളില്ലാത്ത മറ്റൊരു സംഗതിയാണ് കിട്ടാറുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ റിവാർഡാണ്. അത് പഠിച്ചവനെ തരാൻ കഴിയും. അള്ളാഹു തആല ആ പ്രതിഫലം നിങ്ങൾക്ക് നൽകട്ടെ. ഇത് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വാഹി ദഅവാന അൽഹംദുലില്ലാഹ്.